ഇന്നലെ ഭരണിയുടെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറയുന്നു സ്വന്തമായിട്ട് വീടാവും ഇപ്പോൾ എല്ലാം വാങ്ങാൻ അറിയാലേന്ന്. നമ്മൾ ഈ വീട്ടിലേക്കും എല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം നമുക്ക് പെറുക്കി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലമ്മാ, നമ്മളൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കണം, ഞങ്ങളുടെ എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് ഞങ്ങൾ വാങ്ങിയത് ഇന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയതാണ്, ഇനി മറ്റൊരു വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല കേട്ടോ. അത് കൊണ്ടുപോകില്ല. സ്വന്തമായിട്ടൊരു വീട് വെച്ചപ്പോൾ നിങ്ങൾക്ക് അവിടെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ അറിയാമല്ലേ? അതുവരെ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ഊറ്റി ജീവിച്ചു അല്ലേ? എന്തോന്നാട്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കുഞ്ചൂസ് ഫാമിലി എല്ലാവർക്കും അറിയാമായിരിക്കും അത്യാവശ്യം. അവരെ ഒരു നിഷ്കളങ്കത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ സാധാരണക്കാരെ പോലെ സാധാരണക്കാരായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് നൈസായിട്ട് പോകുന്നുണ്ട്. നാളെ അവര് വൺ സെറ്റപ്പിലാകും, യൂട്യൂബിലൊന്ന് വരുമാനമൊക്കെ കിട്ടി അത്യാവശ്യം നല്ല സെറ്റപ്പിലാകും, അതെനിക്കും അറിയാം. പക്ഷെ അവർ ആ സിമ്പിൾ സിറ്റി കീപ്പ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. നമ്മുടെ KL ബിജു ഒക്കെ കണ്ടില്ല, അവരിന്നും അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടും അവർ ആ ഒരു പഴയ ഒരു രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവരും, ഈ കുഞ്ചൂസ് ഫാമിലി. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് നല്ല വ്യൂവർഷിപ്പ് ഒക്കെ ഉള്ള ചാനലാണ്. അത്യാവശ്യം നല്ല എമൗണ്ടും കിട്ടുന്നുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഈ കുഞ്ചൂസ് ഫാമിലിയിലെ പ്രസീത അവർ പുതിയൊരു വീട് വെച്ച് അവർ വീട്ടിലോട്ട് മാറുകയാണ്. നേരത്തെ കുടുംബ വീട്ടിലായിരുന്നു താമസം കാര്യങ്ങളും. കുടുംബ വീട്ടില് അനിയനും അനിയന്റെ ഭാര്യയും കുറെ പേരൊക്കെ ഉണ്ട്, ആരൊക്കെയോ കുറെ പേരൊക്കെ ഉണ്ട്, അമ്മയും ആരൊക്കെയോ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടുകുടുംബമായിട്ടാണ് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ വീട്ടിൽ സാധനങ്ങളൊന്നും വാങ്ങാറില്ല, ഇവര് അനിയന്റെ ചെലവിലാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ കുറെ വിഡ്ഢികൾ വന്നിട്ട് ഇവരുടെ കമന്റ്സിൽ പറയാറുണ്ട്. എന്റെ പൊന്നു വിഡ്ഢികളെ, ഞാൻ ചോദിക്കട്ടെ, ഒരു അനിയന്റെ ചെലവ് കൊണ്ട് ഒരു കുടുംബം മൊത്തം, അതൊരു കൂട്ടുകുടുംബം മൊത്തം പോറ്റാൻ പറ്റുമോ? 10-20 വർഷത്തോളം വിഡ്ഢിത്തനം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കോമൺ സെൻസിങ് യൂസ് ചെയ്ത്. കുറെ മണ്ടന്മാർ വന്നിരുന്നിട്ട് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരാണ് കോടതിയിൽ തോന്നുന്നത്. ഇത്രയും കിഴങ്ങന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവരുടെ വീഡിയോസിൽ അല്ലെങ്കിൽ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന കുറെ ഊളകളുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറയാം, ഈ നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാവൂ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടാൻ നിൽക്കരുത്. ഇത് ഇവരുടെ ഫാമിലി, ഇവരുടെ അനിയന്റെ ഫാമിലിയും കൂടി ഒരുമിച്ച് താമസിച്ചത് കൊണ്ട് തന്നെ അവരെ ഊറ്റി ജീവിക്കുന്നു എന്ന് പറയുന്ന കുറെ വിഡ്ഢികളടുത്താണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവർ പണിക്ക് പോകാതെ അവരുടെ ചെലവിൽ എങ്ങനെയാണോ 10-20 വർഷത്തോളം ജീവിക്കും? ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ? അല്ലെങ്കിൽ അത്രയും ബേസിക്കലി റിച്ച് ഫാമിലി ആയിരിക്കണം. ഇവർ സാധാരണക്കാരായിട്ടുള്ള ഫാമിലിയാണ്, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. ആ സ്ഥിതിക്ക് ഇവരെങ്ങനെ അവരെ ഊറ്റി ജീവിക്കും? അനിയന്റെ ഒറ്റ ചെലവിൽ അങ്ങ് ജീവിക്കാൻ പറ്റും എല്ലാവർക്കും കൂടി? ഇത്രയും വിട്ടിത്തരം വിളമ്പുന്ന ഷൊട്ടകളെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതിരിക്കട്ടെ. അങ്ങനെ അനിയന്റെ കൂടെ മൊത്തത്തിൽ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇവർ വീട്ടിലത്തേക്ക് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല എന്നതാണ് പരാതി, ഏതോ ഊളകളുടെ പരാതി. ഞാനൊരു കാര്യം പറയട്ടെ, പിന്നെ പോട്ടെ അതിലെ കൺട്രോളെ ഓക്കെ. അങ്ങനത്തെ കുറെ പരാതി ഇവർക്ക് വരാറുണ്ട്. എന്നാൽ ഇവർ പുതുതായിട്ടൊരു വീട് വച്ചു, വീട്ടിലോട്ട് മാറി. ആ സമയത്ത് സ്വന്തം വീടായപ്പോ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ മറിയാമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറെ ഷൊട്ടകൾ എന്തുകൊണ്ടേ പണി വെക്കുക. പിന്നെ സ്വന്തം വീട്ടിൽ അവരല്ലാതെ നീ വാങ്ങിച്ചു കൊടുക്കൂടാ സാധനം, മൊണ്ണകളെ. അങ്ങനെ കുറെ കേട്ടുകിഴങ്ങന്മാര്. നിന്റെ അടുത്തൊക്കെ അവർ വാങ്ങുന്ന എല്ലാ സാധനത്തിന്റെ ലിസ്റ്റ് എടുത്ത് അയച്ചും കൊണ്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അവരവരുടെ വീട്ടിൽ നടക്കുന്ന കൊച്ചു സന്തോഷങ്ങളൊക്കെ കാണിച്ച് അടിപൊളിയായിട്ട് നൈസായിട്ട് ചക്കയും മാങ്ങയൊക്കെ അരിഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പിൽ അവർ സാധാരണ ഡെയിലിയുള്ള ലൈഫ് സ്റ്റൈലും കാണിച്ച് മാന്യമായിട്ട് വീഡിയോ ചെയ്തു പോകുന്നു. ഇതിന്റെ ഇടയിൽ പോയിട്ട് കുത്തിത്തുരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ കേട്ടക്കിഴങ്ങന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാർക്ക് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ അവനൊക്കെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല. ഇങ്ങനത്തെ കുറെ മൊണ്ണകൾ കാണുന്നതാണ് ഈ നാട് തന്നെ നന്നാമത്തെ. ഇവന്മാരെ പോലുള്ളവന്മാരെ മടൽ വെട്ടി അടിച്ചിട്ട് ഓട്ടിച്ചിട്ട് വെട്ടിയിട്ട് തൂക്കിയെടുത്ത് എറിയണം. ഇവരെ ഇടയ്ക്കെങ്ങാണ്ട് ഏതോ കമന്റോളിക്കൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ നേരത്തെ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വെറും വൃത്തികെട്ട കമന്റ് ഇടുന്ന പരമ ചെറ്റകളുണ്ട്. അതുപോലത്തെ ചെറ്റകളടുത്ത് എനിക്കൊന്നും പറയാനില്ല. കൈ കിട്ടി കഴിഞ്ഞാൽ പിടിച്ചിടി. ഞാൻ ഉള്ള കാര്യം പറയാം. അമ്മാതിരി ചെറ്റ വർത്തമാനമാണ് ചിലവന്മാർ പറയുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്ക് തന്നെ ഒരുമായി കലി വരും. ഇവന്മാർ എന്നെ വർത്തമാനമാണ് പറയുന്നതെന്ന്. അങ്ങനത്തെ ഊളകളുണ്ട്. നിനക്കൊക്കെ എന്താണ് ഇതിന് മനസുഖം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കുടുംബം നന്നായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ നിന്റെയൊക്കെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ നിനക്കൊക്കെ ഇതുപോലെ ജീവിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് മറ്റുള്ളവർ സന്തോഷമായിട്ട് പോകുന്നത് കാണുമ്പോൾ അതിന്റെ ഇടയിൽ പോയി തീർക്കുന്നത്. നിന്നെ പോലെയുള്ള കേട്ടക്കിഴങ്ങന്മാരെ പറഞ്ഞ് നന്നാക്കുക എന്നത് സാധ്യമല്ല. ഇനി ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമുണ്ട്. ഇവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് നെഗറ്റീവ് കമന്റ് സ്ഥിരമായിട്ട് ഇടുന്നത് ചിലപ്പോൾ ഇവരുടെ അയൽവാസികൾ തന്നെയായിരിക്കും. അങ്ങനെ കുറെ നാറികളും കാണും. നമ്മുടെ ഏരിയയിൽ തന്നെ നമ്മൾ നന്നാവുന്നത്
കണ്ണിന് നേരെ പിടിക്കാത്ത കുറെ ഊളകൾ കാണും. അങ്ങനത്തെ കുറെ ഊളകളും ചിലപ്പോൾ ഇമാതിരി തന്തയില്ലാത്ത പരിപാടികൾ ഇതിന്റെ ഇടയിൽ കൂടി പോയി കാണിക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളിതെല്ലാം ഫേസ് ചെയ്യുക. ഏത് ഊള എന്ത് പറഞ്ഞാലും വോട്ട് പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കുക, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഫാമിലി വ്ളോഗേഴ്സിന്റെ അടുത്ത് എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, വീട്ടിലെ തുമ്മിയും ദൂരെയും കാര്യം അടക്കം നാട്ടുകാരെ കാണിക്കാൻ നിൽക്കില്ല. വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിൽ തീർക്കുക. അതൊരിക്കലും നാട്ടുകാരെ കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലോട്ട് പോകും. നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ വീണ്ടും പറയാം, പക്ഷെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന അടി വഴക്കുകളൊക്കെ എടുത്ത് നാട്ടുകാരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ അഭിപ്രായം പറയും. അത് വെച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ഫാമിലിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തോട്ട് പോകും. അങ്ങനെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് നാട്ടുകാർ കണ്ട് ചിരിക്കുന്ന ഒരു വകുപ്പിലോട്ട് പോകും. അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിൽ തീർക്കുക. അല്ലാതെ നിങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഡെയിലി കാര്യങ്ങളൊക്കെ കാണിച്ച് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടുള്ള രീതിയിലും അതിൽ നെഗറ്റീവ് കമന്റ്സ് ഇന്ന ഊളകൾക്ക് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് മറുപടി കൊടുക്കരുത്. സങ്കടപ്പെട്ടുകൊണ്ട് മറുപടി കൊടുക്കുമ്പം അവന്മാർ സൈക്കോ കണക്കിനാണ്. അവന്മാർക്ക് നമ്മളെ കമന്റ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഇടാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ വോട്ട് പുല്ലെന്ന് പറഞ്ഞ് സന്തോഷം ഹാപ്പി ആയിട്ട് ഇന്ന് പോടാ കോപ്പയെന്ന് പറഞ്ഞുള്ള രീതിയിൽ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പി, അവർ സെറ്റ് ആവും, നമ്മൾ ഹാപ്പിയാണ്, നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷനും കിട്ടും. ആ രീതിയിൽ കമന്റിന് റിപ്ലൈ ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് പോവുക, സെറ്റായിട്ട് പോകാൻ നോക്കുക. അല്ലാണ്ട് ഈ ഊളകളെ വാക്കും കേട്ടുകൊണ്ട് കാണാൻ നമ്മൾ ഇരുന്ന് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ എന്താ ഇതിലൊരു ഇത് വന്നതാണ്, വീട്ടു ചെലവ് മുഴുവൻ അനിയനാണ് നടത്തുന്നത്. നമ്മുടെയും കുടുംബത്തിന്റെയും വീട്ടു ചെലവ് മുഴുവൻ അനിയന് നടത്താൻ പറ്റുമോ? അനിയൻ തന്നെ നടത്തുന്നത്. അനിയൻ തന്നെ എല്ലാം നടത്തുന്നത്. എന്തിനാ പല്ലാന്ന് പറയുന്നത്? എന്താ അവന് ആകെ കിട്ടുന്നത്? അല്ല, അവൻ തന്നെ നടത്തുന്നത്. ഇവർക്കാർക്കെങ്കിലും വിഷമമുണ്ടോ? അപ്പൊ അവനാ നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലങ്ങളായിട്ട് അവൻ തന്നെ നടത്തുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇങ്ങനെ എല്ലാവരും കുടുംബത്തോടെ തിന്നാൻ വേണ്ടി കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ ചെലവില് അവനൊന്നും അയക്കാണ്ട് നമ്മള് എല്ലാം പാടെ ഒന്നും ചെയ്യില്ല. എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കൂട്ടം കൂടുന്നത്? കൂട്ടുന്നവർ അങ്ങനെ കൂട്ടം കൂടിക്കൊണ്ടേയിരിക്കും. ആ കൂട്ടം കൂടുന്നവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൊണ്ടാണ് അത് വല്ലാതെ കൂട്ടം. അല്ല, മറുപടി പറയല്ല, നമ്മൾ ഒത്തൊരുമിച്ച് പോണെന്നുണ്ട് പറഞ്ഞു വെച്ചാലേ കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട. ഒത്തൊരുമിച്ച് പോണത് അവന്റെ ചെലവിലാവുകൊണ്ട് ഒത്തൊരുമിച്ച് പോവാണ്. അങ്ങനെയല്ലോ. എന്നാ പിന്നെ 4 ദിവസം കൊണ്ട് ചട്ടി കെട്ടി വേറെ പോണ്ടി വരും എല്ലാവർക്കും. പറഞ്ഞവരൊക്കെ വീട്ടിൽ എങ്ങനെയാണാവോ? ഇവർക്കൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇളച്ചന്റെ ചെലവില് ഇവര് കുടുംബത്തോടെ ഇങ്ങനെ എത്ര ദിവസം എത്ര മണിക്കൂർ ഇരിക്കാൻ പറ്റും? ദിവസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്ക് ഈ നെഗറ്റീവ് കമന്റ് ഫേസ് ചെയ്യാനുള്ള ഒരു ഹെൽത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഇവർ മെന്റലി ഡൗൺ ആവുകയാണ്. ഇപ്പൊ അനിയന്റെ ചെലവിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ്സ് വന്നപ്പോൾ ഇവർ ഡൗൺ ആയി. അവരുടെ സംസാരത്തിൽ തന്നെ ഉണ്ട്. അങ്ങേര് പിന്നെയും കുറച്ചുകൂടി ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ സംസാരത്തിൽ ഒരു സാധനം ഉണ്ട്. ഏത് പോട്ട് അയ്യ എന്നുള്ള സാധനം, ഒരു സങ്കടം ഇവരുടെ സംസാരത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ ഇവർക്ക് മെന്റലി ഡൗൺ ആവുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഈ കമന്റ് ഇടുന്നവൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ മെന്റലി ഡൗൺ ആവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് മറുപടിയും കൊടുത്തിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അതാണ് അതിൻ്റെ ഒരു കളർ. അങ്ങനെ വേണം ഇരിക്കാൻ. അല്ലാണ്ട് ഇതുപോലെയുള്ള ഊളകൾ വന്നിട്ട് ഇങ്ങനെ ഊള കമന്റ് ഇടുമ്പോൾ നമ്മൾ മെന്റലി ഡൗൺ ആവില്ല. നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ അമ്മ ഹാപ്പിയാണ്. അത് സമ്മതിക്കില്ല, നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. ഇമാതിരി ഊള കമന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഊള വർത്തമാനം തിരിച്ചും പറഞ്ഞിട്ട് മേടിച്ച് ഉണ്ടാക്കി കൊടുത്തങ്ങ് വിട്ടണ്ണ. അത്രയേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലാണ്ട് ഊള കമന്റുകളും കണ്ടുകൊണ്ട് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിരിക്കരുത്. അത് നമ്മളെ ശരീരത്തിന്റെ ഹെൽത്തിനെ അടക്കം ബാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ഊള കമന്റ് ഇടുന്നവന്മാരുടെ ഫ്രസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന്മാരുടെ കുടുംബ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ താറുമാറായിരിക്കും. അവിടെ ആ ഒരു അപ്പൂപ്പനും കാണൂല, അമ്മൂമ്മയും കാണൂല, സഹോദരനും കാണൂല, എല്ലാം 4 വാക്ക് പോയിട്ട് തൊലഞ്ഞ് തരിപ്പണമായിട്ടിരുന്ന് മറ്റേ ചൊറണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീംസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കമന്റ്സ് ഇടുന്നത്. നിങ്ങൾ ഇതൊന്നും കണ്ട് തളരാൻ നിൽക്കരുത് മല്ലയ്യ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതിനുശേഷം ഇപ്പൊ ഇവര് വീടൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ. ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാവട്ടെ, ഇനിയും ഒരുപാട് സമ്പാദിക്കാൻ സാധിക്കട്ടെ, ജീവിതങ്ങൾ അടിപൊളി കളർഫുള്ളായി മാറട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കമന്റ്സിന് ഡൗൺ ആവരുത്. നമ്മൾ മെന്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആ കമന്റ് ഇട്ടവൻ ആഗ്രഹിച്ച കാര്യം നടന്നു. അതുകൊണ്ട് നമ്മൾ നല്ല കുറുക്കിയുള്ളൊന്ന് മറുപടിയും കൊടുത്തിട്ട് പോടാ പുല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന്റെ അണ്ണാക്കി തന്നെ പിരിവെട്ടിയിരിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. എന്തായാലും പുതിയൊരു വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും അവർ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ സ്ഥലം വീട് വെക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളിതിൽ വീട് വെക്കുകയാണ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എത്ര പൈസ വേണം. അതേപോലെ ഈ റോഡ് കണ്ടില്ലേ, ഈ റോഡിൻ്റെ ഒപ്പം മണ്ണ് താഴ്ത്തിയിട്ട് വേണം നിങ്ങൾ വീട് വെക്കാൻ. അന്ന് നമ്മുടെ ഒറ്റൊരു ഇതായിരുന്നു എന്താണെന്നറിയോ, എങ്ങനെയെങ്കിലും നമുക്കൊരു വീടാവുക. അത് നിരപ്പാക്കിയില്ലേട്ടാ അല്ലേ? കാണുന്ന ആർക്ക് ഇവിടെ കുറ്റിയടിക്കാൻ വന്നിരുന്ന മോനേട്ടനടക്കം നമ്മുടെ വീടിൻ്റെ ഘടന കണ്ടിട്ട് മൂപ്പരാൾ പറഞ്ഞിരുന്നു ഈ സ്ഥലം സ്ഥലത്തിൻ്റെ ഘടന എന്നൊക്കെ പറയുന്നു കേട്ടോ. പക്ഷെ വീടായി കഴിഞ്ഞ്
ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങൾ അനിയേട്ടൻ്റെ ഐഡിയയ്ക്ക് ഓരോ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഇതിൽ എഞ്ചിനീയർ ആരാണ് ചോദിക്കാൻ തുടങ്ങി എല്ലാവരും. ഇതിൽ എഞ്ചിനീയറൊക്കെ അനിയേട്ടൻ തന്നെയാണ്. ഐഡിയകൾ മുഴുവൻ അനിയേട്ടൻ്റെ ഐഡിയകളാണ് കേട്ടോ. കാരണം ഈ സ്ഥലം കണ്ടോ, ഇത് എത്ര താഴ്ചയുണ്ട്, അവിടത്തെക്കാട്ടിലും കുറച്ചും കൂടി പൊന്തിയിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് കുറേ മണ്ണ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ഈ വീട് വയ്ക്കുമ്പോൾ കുറേ മരങ്ങൾ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് മരപ്പണി ചെയ്യാനുള്ള മരങ്ങളൊക്കെ പറഞ്ഞു വെച്ചാൽ നമുക്കൊന്നും പൈസ കൊടുത്ത് വാങ്ങണ്ടേ വന്നിട്ടില്ല. 1 രൂപ നമുക്ക് പൈസ കൊടുത്തിട്ട് ഒരു കഷ്ണം മരം വാങ്ങേണ്ടി വന്നിട്ടില്ല അല്ലേട്ടാ. ഇവിടുത്തെ ഒരു മരം, അതേപോലെ തന്നെ അപ്പുറത്തെ വീട്ടുകാർ അവരുടെ ഒരു പ്ലാവും അതേപോലെ ഒരു തേക്കിൻ്റെ ഒരു തേക്കും നമുക്ക് തന്നിരുന്നു വീട് പണിക്ക്. പിന്നെ നമ്മുടെ വീട്ടിൽ കൈ ഒതുങ്ങാത്ത വലുപ്പത്തിലൊരു കഴനിമരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സ്ഥലത്താണ് നിന്നിരുന്നത്, കഴനിമരം. അപ്പം അത് കാരണം ആ സൈഡിൽ, നടുക്കിലല്ലല്ലോ ഏട്ടാ, സൈഡിലായിട്ടല്ലേ, സൈഡിലായിട്ട്. അപ്പം അതും കൊണ്ട് നമുക്ക് ആ മരം ഇന്നത്തെ സമയത്ത് മരം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഒരു കഷ്ണം മരത്തിനൊക്കെ നല്ല വിലയില്ലേ. അത് നമുക്കൊരു ലാഭമാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആക്കി തീർക്കാൻ. നമ്മളെന്താ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ തുടക്കം തൊട്ടുള്ള വീടാവുന്നവർക്കുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ പാടെയാണ് വയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പ്ലാന്. 830 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ. അപ്പം നമ്മളിത് കുറ്റിയടിക്കണം മുതലുള്ള ഫോട്ടോസും അതേപോലെ പറ്റുന്ന വീഡിയോസും ഉണ്ട് കേട്ടോ. അന്ന് നമ്മുടെ അച്ഛനുണ്ട്, അതേപോലെ ഗുരുസ്വാമി, മോഹനേട്ടൻ, ഇവരൊക്കെയാണ് അന്ന് കുറ്റിയടിക്കാൻ മുമ്പിലേട്ടാ. പിന്നെ ശശിയേട്ടൻ തൊട്ടടുത്ത വീട്ടിൽ. അപ്പം അത് കഴിഞ്ഞ് കുറ്റിയടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ JCB കൊണ്ട് സ്ഥലം, ഒരു മരം ഉണ്ടായിരുന്നു, ആ മരം മുറിച്ച് അതിൻ്റെ വേരിറക്കാൻ വേണ്ടി JCB കൊണ്ടുവന്ന് വന്നു. അത് കഴിഞ്ഞ് തറയുടെ ഫൗണ്ടേഷൻ വരയ്ക്കാൻ വേണ്ടി ഹിറ്റാച്ചി വന്നു. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് തന്നെ വേഗം നമ്മൾ തുടങ്ങാൻ പറ്റി തറക്കല്ലിടൽ. തറക്കല്ലിടുന്ന ദിവസം നമ്മുടെ ഇവിടുത്തെ നാലുശ്ശേരിക്കാവിലെ വേല ദിവസമാണ് കേട്ടോ. നമ്മൾ തറക്കല്ലിട്ട് പിന്നെ അതാ തറ കെട്ടിയിട്ട് നമ്മൾ കുറച്ചിടേണ്ടി വന്നു. തറ കെട്ടിയിട്ട് നമുക്ക് 2 ഭാഗമായിട്ട് തറപ്പണി നടന്നത്. പകുതി വെച്ച് തറപ്പണി നിർത്തി, പിന്നെ അതിൻ്റെ ബെൽറ്റ് വാർത്ത്, പിന്നെ ബാക്കി കരിങ്കല്ല് കെട്ടി, പിന്നെയാണ് നമ്മൾ അത് 2ാം ഘട്ടം ബെൽറ്റ് വാർക്കൽ. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് ലൂസ് മണ്ണായതുകൊണ്ട് അവിടെ ഒരു അഡീഷണൽ ബെൽറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് 2 ഘട്ടമായിട്ടാണ് നമുക്ക് തറപ്പണി ചെയ്യാൻ പറ്റിയത്. അന്നൊക്കെ സ്ഥലത്തിൻ്റെ കിടപ്പ് കണ്ടില്ലേ, ഏത് രീതിക്കായിരുന്നു. അവിടെ വലിയൊരു എത്തല്ല, ഒരു ചെറിയ മൂച്ചി ഉണ്ടായിരുന്നു അടുക്കള ഭാഗത്തായിട്ട്. അതേപോലെ സ്ഥലം ഒരു ഭാഗത്തേക്ക് ഒടിഞ്ഞെടുക്കും പോലെ സ്ഥലമായിരുന്നു, ചെരിഞ്ഞിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് കണ്ടറിയുന്നുണ്ടോന്നറിയില്ല. തറയ്ക്ക് മണ്ണെടുത്തല്ല, അത്ര താഴ്ചയ്ക്ക് അവിടുന്ന് മണ്ണെടുത്ത്. ഈ മണ്ണിൻ്റെ പണിയൊക്കെ നമ്മൾ തന്നെ കേട്ടോ. തറയിലേക്ക് മണ്ണ് കളിച്ചിട്ടത് ഞാനും അനിയനും ചെറിയ മകനും ഞങ്ങൾ തന്നെയാണ് അതിന്റെ ഫുള്ളും മണ്ണിന്റെ പണി. ഇത് ഇത്രയായപ്പോ നമ്മുടെ ഒരു സന്തോഷം ചില്ലറ ആയിരുന്നില്ല കേട്ടോ. ബെൽറ്റിന്റെ അവിടെ എത്തിയപ്പോ അപ്പോൾ ബെൽറ്റ് വാർത്ത് കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ സൺസൈഡ് വാർപ്പാണത്. സൺസൈഡിന്റെ ആ സമയത്താണ് പെട്ടെന്ന് പിന്നെ മെയിൻ വാർപ്പ് കഴിയുന്നത് പണി നിർത്തിയില്ല. ലോണിൽ സ്പീഡിൽ പണിയുണ്ടായിരുന്നു, നല്ല സ്പീഡാണ്. ഇങ്ങനെ കണ്ടു നമുക്ക് വീടിന്റെ ഷേപ്പ് എങ്ങനെ ഇപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു ഐഡിയ കിട്ടാതെ ഉള്ള പണികളായിരുന്നു. നമ്മുടെ ഏകദേശം മനസ്സിൽ ഉൾക്കാഴ്ച അങ്ങനെ ഫൈനൽ ഇങ്ങനെ വരുന്ന രീതിക്ക് ഏകദേശം ഐഡിയ ചെയ്തു. കാരണം നമുക്ക് ഡിസൈനർ ഒന്നും നമ്മൾ തന്നെ ചെയ്യുന്നില്ലേ. അതിൻ്റെ ഓരോ കാര്യങ്ങളും അവിടെ കളിക്കുന്നത് നമുക്ക് മൊത്തം ചില സമയത്ത് എല്ലാം കൺഫ്യൂഷൻ വരും. ഇങ്ങനെയാണ് വരുന്നത്, അങ്ങനെയാണ് വരുന്നത്, ഞാൻ ഒന്നെങ്കിൽ ലാസ്റ്റ് എന്താണെന്നൊക്കെ തോന്നി ചില സമയത്ത്. അതിനോട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ലാസ്റ്റ് നമുക്ക് വീട്ടിൽ പ്രത്യേക ഭംഗി വരുന്നത്. കാരണം ട്രഡീഷണൽ രീതിക്കല്ല നമ്മൾ ചെയ്തിരുന്നത്, കണ്ടംപററി രീതിക്ക്. ഒരുപാട് വർക്കും കാര്യങ്ങളും വരണം, സിമ്പിൾ ആയിരിക്കണം, ഒന്ന് കാണാൻ നല്ല ഭംഗി ആയിരിക്കും. അന്നോട്ട് അതിനോട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഫൈനൽ വീടിൻ്റെ ഫുഡ് കാണുമ്പോൾ മനസ്സിലാട്ടോ. അങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കാണിക്കില്ല, ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഇത് മെയിൻ വാർപ്പിനേക്കാൾ വേറെ പ്രത്യേകത എന്താ, നമ്മളന്ന് ഈ കാണുന്ന വീഡിയോ നമ്മളന്ന് അന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്ന സമയമാണ്. വെറുതെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ എനിക്ക് വലിയൊരു ഇഷ്ടമായിരുന്നു. ഒരു വിട്ട സമയങ്ങളൊക്കെ ഞാൻ ഫോണിൽ എന്തെങ്കിലും വീഡിയോ എടുക്കും, അത് വെറുതെ ഇങ്ങനെ എഡിറ്റ് ചെയ്യും. അങ്ങനെ എഡിറ്റ് ചെയ്ത ഒരു ക്ലിപ്പാണത്. സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയൊക്കെ അങ്ങനെ വെറുതെ എന്തെങ്കിലും കിട്ടുന്നൊക്കെ എടുത്തു. അങ്ങനെ വീഡിയോഗ്രാഫിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വാർപ്പ് സമയത്ത് ചെറിയൊരു മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. കർക്കിടക മാസത്തിലായിരുന്നു നമ്മുടെ വീടിന്റെ വാർപ്പ് ഉണ്ടായിരുന്നല്ലേ. പെരുമഴയുള്ള സമയത്ത് അന്ന് വാർപ്പിന്റെ ലാസ്റ്റത്തിലാണ് പറയുന്നത്. അതായിരിക്കും മഴ ഒഴിവിട്ടിയെന്ന്. തലേദിവസം കൂടി നല്ല മഴയായിട്ട് നമ്മുടെ തറവാടിന് പറഞ്ഞ് പറിമുച്ചൊക്കെ കാലത്ത് മഴയത്ത് വീടൊക്കെ ഉണ്ടായി. അത്രയും മഴയുള്ള സമയത്താണ് ഇത് ചെയ്തത്. അപ്പോൾ സമയത്താണിത്. അത് കുറേ ആൾക്കാർ കണ്ടു. പക്ഷെ നമുക്ക് അന്ന് നിൽക്കുന്നവരൊക്കെ കാണുമ്പോൾ തന്നെ അറിയില്ല തേപ്പ്. ഓക്കെ, നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് ഓഫ്കോഴ്സ് കുരു പൊട്ടുന്ന കുറേ ഊളകൾ അതേ ഉള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് ഒന്നുമില്ല. നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അസൂയും കുശുമ്പും മൂത്തും കൊണ്ട് ഓരോ കമന്റ്സ് വന്നിട്ട് ഫ്രസ്ട്രേഷൻ തീർക്കുന്ന കുറെ മൊണ്ണ വാഴകൾ, അല്ലാണ്ടൊന്നും പറയാനില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആവശ്യമില്ലാത്ത ഈ സങ്കടങ്ങളൊന്ന് കളയുക.
നമ്മൾ ഈ സങ്കടത്തോടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ സഹതാപം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വരും. അത് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും, അത് നിങ്ങളുടെ സ്ഥിരം ഓഡിയൻസിന്. പക്ഷെ നമ്മുടെ ഈ സങ്കടം കണ്ടും കൊണ്ട് ഇരുന്ന് സന്തോഷിക്കുന്ന കുറെ ഉളകളാണ്. നമ്മൾ എന്തിനാണ് അങ്ങനെ മറ്റുള്ളവരെ നമ്മുടെ സങ്കടം കാണിച്ച് അവനെ സന്തോഷിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആവശ്യമുള്ള സങ്കടങ്ങളൊക്കെ എടുത്ത് കളയാം. ചിലപ്പോൾ നമുക്ക് ചില പോയിന്റുകളിൽ മനുഷ്യന്മാരാണ്, ഇമോഷണലി നമ്മൾ വീക്കാവും. എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും നമുക്ക് ബോൾഡായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ വീക്കാവും. നമ്മുടെ ഈ വീക്ക് പോയിന്റ് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നമ്മൾ ഇടുന്നത് എനിക്ക് വലിയ യോജിപ്പുള്ളൊരു കാര്യമല്ല. പിന്നെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ വിഷമം കൊണ്ട് പറഞ്ഞു പോകും. ഓക്കെ, സ്വാഭാവികം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചിട്ട് എപ്പോഴും വന്നിരുന്നിട്ട് നമ്മൾ ആ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞ് പറയുമ്പോൾ ഇത് കാണുന്ന ആ നെഗറ്റീവ് ഇട്ടവൻ ഹാപ്പി ആവും. അവനെ കൂടുതൽ നിങ്ങൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല അടിപൊളിയായിട്ട് ജീവിക്കൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ ഇന്ന് ഒരു വീട് വെച്ചു, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. നല്ല നല്ല കണ്ടന്റ്സ് ചെയ്യൂ. അടിപൊളിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റായിട്ട് പോകാൻ ശ്രമിക്കുക. നെഗറ്റീവ് പറയുന്ന ഊളകളെ നെഗറ്റീവ് ഓളികളെന്ന് പറഞ്ഞ് വിട്ടുകളയുക. അത്രയേ ഉള്ളൂ. കൂടുതലും എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഇവരുടെ ഈ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടും ഇവരെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇവരുടെ ഓഡിയൻസ് ആണോ? ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്.